കേരള സർവകലാശാലയിൽ വിസിക്കെതിരെ വീണ്ടും പ്രതിഷേധിച്ച് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ. വിവിധ സെക്ഷനുകളിൽ പരിശോധനയ്ക്കെത്തിയ വിസി സിസ തോമസിനെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ തടഞ്ഞു. അടിയന്തര സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്ന് അംഗങ്ങൾ ആവശ്യപ്പെട്ടു. സിൻഡിക്കേറ്റിന്റെ അധികാരം കവർന്നെടുത്താണ് നിയമവിരുദ്ധമായി രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തതെന്നും കേരള സർവകലാശാല താൽക്കാലിക വിസിയായ സിസ തോമസ് അനധികൃതമായി ഫയലുകൾ ശേഖരിക്കുന്നതായും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആരോപിച്ചു. സിൻഡിക്കേറ്റിന്റെ അധികാരം കവർന്നെടുത്തുകൊണ്ടാണ് നിയമവിരുദ്ധമായി നിലവിലുണ്ടായിരുന്ന രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സർവകലാശാലയുടെ ഭാഗം കോടതിയെ അറിയിക്കാൻ അടിയന്തരമായി സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്ന് ഞങ്ങൾ നിലവിലുള്ള താൽക്കാലിക വൈസ് ചാൻസലറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ച് സിൻഡിക്കേറ്റ് യോഗം വിളിക്കാതെ സർവകലാശാലയുടെ ഭാഗം കോടതിയെ അറിയിക്കാൻ പാടില്ല. താൽക്കാലിക ചുമതലക്കാരിയായി വന്നിട്ടുള്ള വൈസ് ചാൻസലർ അനധികൃതമായി ഫയലുകൾ ശേഖരിക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ സെക്ഷനുകളിൽ ചെല്ലുക, അവിടെ ഇരിക്കുന്ന ജോലി ചെയ്യുന്ന സെക്ഷൻ ഓഫീസർമാരെ മാറ്റുക, എന്നിട്ട് കമ്പ്യൂട്ടർ ഓൺ ചെയ്യുക, അവരാവശ്യപ്പെടുന്ന ഫയൽ എടുക്കുക, എന്നിട്ട് അത് ഫോട്ടോ എടുത്തുകൊണ്ട് പോവുക. ഇവിടെ വൈസ് ചാൻസലർ എന്ത് ചെയ്യണം, പ്രോ വൈസ് ചാൻസലർ എന്ത് ചെയ്യണം, സിൻഡിക്കേറ്റ് അംഗങ്ങൾ എന്ത് ചെയ്യണം, രജിസ്ട്രാർ എന്ത് ചെയ്യണം, കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ എന്ത് ചെയ്യണം, ഫിനാൻസ് ഓഫീസർ എന്ത് ചെയ്യണം എന്നൊക്കെ കൃത്യമായി ആക്ടും സ്റ്റാറ്റ്യൂട്ടും പറയുന്നുണ്ട്. അവരവരുടെ ജോലി ചെയ്താൽ പോരെ. അതേസമയം നിയമപരമായി മുന്നോട്ടു പോകാതെ സർവകലാശാലകളെ സമരകേന്ദ്രങ്ങളാക്കാനാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ശ്രമിക്കുന്നതെന്നും ഫയൽ കൈപ്പറ്റാൻ വിസിക്ക് അധികാരമുണ്ടെന്നും രജിസ്ട്രാർ ശ്രമിച്ചത് അധികാര ദുർവിനിയോഗം ചെയ്യാനാണെന്നും ബിജെപി അംഗങ്ങൾ വിമർശിച്ചു. കേരള സർവകലാശാലയിലെ സമാധാന അന്തരീക്ഷം തകർത്ത് ഈ സർവകലാശാലയെ തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും അതുപോലെ ഏതാനും ചില ഇടത് സംഘടനകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സസ്പെൻഷൻ റദ്ദ് ചെയ്യണമെന്നുള്ള രജിസ്ട്രാറുടെ അപേക്ഷ റദ്ദ് ചെയ്തിരിക്കുക, തള്ളിയിരിക്കുകയാണ്. അപ്പോ ആ ഒരു സാഹചര്യത്തിൽ നിയമപരമായ വഴി തേടാതെ സർവകലാശാലയെ സ്ഥിരം സമരവേദിയാക്കിക്കൊണ്ട് ഈ സർവകലാശാലയുടെ സുഗമമായ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താനാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ നേതൃത്വം കൊടുക്കുന്നത്. വൈസ് ചാൻസലർക്ക് ഏത് ഫയലും വിളിച്ചു വരുത്താനുള്ള റൈറ്റ് ഉണ്ട്. ആ റൈറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ സെക്ഷനുകളിൽ പരിശോധന നടത്തിയത്. അത് ചോദ്യം ചെയ്യാൻ ഒരു സിൻഡിക്കേറ്റ് അംഗത്തിനും അധികാരമില്ല.